literal. Yeah, when your breath leaves you, when you're drowning, unfortunately, the last thing you hear is someone go like a gurgly death rattle. They used it for the Dementors in Harry Potter for that same reason, because there's a heavy theme in the text of them breathing with this rattling breath and it's sucking out your soul. So it's the same kind of thing. Yeah, so we can see things that kind of match up throughout Nehemiah. You can take a lot of inspiration from this. സുഹൃത്തുക്കളെ, എന്താണെന്നൊരു പിടുത്തം കിട്ടിയോ? ചിലപ്പോൾ ഞാൻ എന്തുപാടെ കുറെ ഇംഗ്ലീഷ് സാധനം കേട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. ബ്രഹ്മയുഗം എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമയുണ്ട്. ആ സിനിമ അങ്ങ് ലണ്ടനിൽ ഒരു സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. UK ലണ്ടനിൽ ഒരു സ്കൂൾ സിനിമാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഏകദേശം ആ ഫൈനൽ ഷോട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. ആ കാണിക്കുക മാത്രമല്ല, അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഉപയോഗിച്ച ശബ്ദത്തിന് ചില വേരിയേഷൻസിനെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു അധ്യാപകൻ. ചില്ലറ സംഭവമൊന്നുമല്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു വയ്ക്കും. കാരണം ഇതാണ് ആ ഒരു സിനിമയുടെ ഒരു വലിയ പ്രസക്തി എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഏകദേശം 2024 ബ്രഹ്മയുഗം ദി ഏജ് ഓഫ് മാഡ്നസ് എന്ന പേരിലാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. TD രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട്. ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന് പറയുന്ന ഒരു ഗംഭീര നോവലൊക്കെ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കുഞ്ഞു നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് ഉണ്ട് കേട്ടോ, അവരുടെ കാര്യം. എന്തായാലും അദ്ദേഹമാണ് ഇതിന്റെ തിരക്കഥ സംഭാഷണമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ഒപ്പം ഇദ്ദേഹമുണ്ട്, നമ്മുടെ സംവിധായകനുണ്ട്. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. നിർമ്മിച്ചതാവട്ടെ നമ്മുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് കേട്ടോ. എന്ത് രാഹുൽ സദാശിവൻ ഈ ഒരു സിനിമ നിർമ്മിച്ചു, അതിൽ മമ്മൂട്ടി അഭിനയിച്ചു എന്ന സംഗതി അവരൊക്കെ എടുക്കട്ടെ. നമുക്ക് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന മനുഷ്യനെ ക്രാഫ്റ്റിലേക്ക് ഒന്ന് കിടക്കാം. വളരെ രസകരമായിട്ട് അത്രയൊന്നും ഭയപ്പെടുത്തുന്ന സീനുകളോ അല്ലെങ്കിൽ മുഖങ്ങളോ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ദൃശ്യം, സൈലൻസ് നിന്ന് സഡനായിട്ട് മുമ്പോട്ട് വരുന്ന സംഗതികളൊന്നും കാണിക്കാതെ തന്നെ മനുഷ്യന്മാരെ ഭയപ്പെടുത്തുന്ന ഒരു ചങ്ങാതിയാണ് രാഹുൽ സദാശിവൻ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സിനിമയുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു സിനിമയുടെ പേര് ഭൂതകാലം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ ഒരു മനുഷ്യന് ക്രാഫ്റ്റ് എന്നുള്ളത്. എന്തായാലും ആ ഒരു ക്രാഫ്റ്റ് ആ ഒരു ക്രാഫ്റ്റ് കണ്ടിട്ട് തന്നെ ആയിരിക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ രാഹുൽ സദാശിവൻ തന്റെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യട്ടെ. അല്ലെങ്കിൽ ഈ സിനിമയിൽ രാഹുൽ സദാശിവന്റെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് 2ാമത് സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാം എന്നുള്ള ഡേറ്റ് കൊടുക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആ ഒരു കാരണം അവിടെ നിൽക്കെ തന്നെയാണ്. മമ്മൂട്ടിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാഹുൽ സദാശിവൻ പറയുന്നത്, മമ്മൂക്ക ഈ സിനിമ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. സ്വാഭാവികമാണ്. എന്തുകൊണ്ട് എന്നുള്ള കാരണം മുന്നോട്ട് വെക്കണം. എന്തുകൊണ്ടുള്ള ചോദ്യം എന്തായാലും മമ്മൂട്ടി എന്ന് പറയുന്ന നടനിൽ നിന്നും ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് ആ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് കാരണങ്ങളും പറഞ്ഞിരിക്കുന്നു. ആ കാരണം കൺവിൻസ്ഡായി ആ നിമിഷം തന്നെ 2024 എന്ന് പറയുന്ന എല്ലാ നിറങ്ങളെയും വെച്ച് അത്ഭുതങ്ങൾ നടത്താൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അപ്പുറത്തുള്ള സിനിമ കമ്മിറ്റ് ചെയ്യുന്നു. ആ സിനിമ ഇറങ്ങുന്നു. ഇനി നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കിടക്കാം. എന്താണ് മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമയിൽ ചെയ്യാനുള്ളത്? ഇതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സിനിമ താൻ നിർമ്മിക്കാമെന്നും താൻ അതിലെ ഈ ഒരു വില്ലൻ കഥാപാത്രം ഏറ്റെടുക്കാമെന്നും അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ചത് തനിക്ക് എന്താണ് ഇത് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. തനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമാണ് ആ ഒരു സിനിമയിലെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അഭിനയം. നമുക്കറിയാം, മമ്മൂട്ടി ഈ ഒരു സിനിമയിലെ തുടക്കം തന്നെ ആ ഒരു ഫ്രെയിമിലേക്ക് എൻട്രി ചെയ്യുന്ന രംഗമുണ്ട്. കൈകളെ കാണിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിലേക്ക് വായിൽ മുറുക്കിക്കൊണ്ടുള്ള ഒരു ഭാവമുണ്ട്. ഒരു വെടല സൈസുള്ളൊരു കാർന്നോര്, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ടിലൊരു വെടല സൈസുള്ളൊരു കാർന്നോര് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു. എല്ലാം തകർന്നു പോയിട്ടും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. തന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒട്ടും കുറവില്ല എന്ന് കാണിക്കുന്ന പോലത്തെ ഒരു ഭാവം. ഈ ചവയ്ക്കുന്ന സമയത്ത് ഈ അടയ്ക്ക നമ്മുടെ കവിളിന്റെ ഇടയിലൊക്കെ പെടുന്ന സമയത്ത് അതിങ്ങനെ നാവിൽ തോണ്ടിയെടുത്ത് വീണ്ടും ചവയ്ക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഈ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ചെയ്യും. അതൊക്കെ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, എന്തൊരു ഭംഗിയായിട്ടാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് പെട്ടെന്ന് എന്ന രീതിയിൽ അദ്ദേഹം പ്രായം കുറഞ്ഞതും പ്രായം കൂടിയതായിട്ടുള്ള 2 കഥാപാത്രങ്ങളായിട്ട് മാറിപ്പോകുന്നത്. അതൊക്കെ അഭിനയത്തിന്റെ പാഠഭാഗം എന്നല്ലാതെ അത് നമുക്ക് വേറെ പേരൊന്നും വിളിക്കാനില്ല. ഇങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അഭിനയിക്കാൻ ഏറെയുണ്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ, ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്ന തിരിച്ചറിവ് ഒന്ന് തന്നെയായിരിക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സിനിമ ഏറ്റെടുക്കുവാനും. അങ്ങനെ ഏറ്റെടുത്ത
നമ്മളെ ഭയപ്പെടുത്തിയ, ഈവൻ ലോകം ഈ ഹൊറർ ഫിലിമുകളിൽ ദ ബെസ്റ്റ് എന്ന രീതിയിൽ 10 ഒന്നാക്കി മാറ്റിവെച്ച സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയാണ് പ്രിയ സുഹൃത്തുക്കളെ ലണ്ടനിൽ അങ്ങ് ഇംഗ്ലീഷുകാര് ഇങ്ങേ തലക്കിൽ കിടക്കുന്ന, ഇന്ത്യയിൽ ഇങ്ങേ തലക്കിൽ കിടക്കുന്ന കേരളത്തിലെ ഒരു നടൻ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ, ഞാൻ അദ്ദേഹത്തിന് നടൻ എന്ന് മാത്രം വിളിക്കുന്നു, അദ്ദേഹം ആഗ്രഹിക്കുന്നത് മാത്രമാണ്, മഹാനടൻ എന്നുള്ള പേരുകളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു നടന്റെ ആ ഒരു സിനിമ അവിടെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൽ സൗണ്ട് മോഡുലേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതൊന്ന് മമ്മൂട്ടി ആയതുകൊണ്ടാണ്. 2 നമ്മൾ മലയാളികളല്ലേ,